ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 ഒരു മനോഹരമായ വർഷമാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. കുറച്ച് ദിവസങ്ങളായി ഒരു എപ്പിസോഡ് ഇട്ടിട്ട്, വേറൊന്നുമല്ല, മോൻ്റെ കല്യാണമായിരുന്നു, അതിൻ്റെ തിരക്കുകളിലായിരുന്നു. ചിലരെങ്കിലും ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാവുക കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ. ഇപ്പോൾ തിരക്കുകളൊക്കെ കഴിഞ്ഞു, ഇനി വർക്കിൻ്റെ തിരക്കുകളിലേക്ക് പോവുകയാണ്. ഏതായാലും 2025 തുടങ്ങുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ എന്താ പറയുക, ദ ബെസ്റ്റ് ഓഫ് എവറിത്തിങ് ഇൻ ലൈഫ് ആശംസിക്കുന്നു. ഏതായാലും 2025 ജനുവരി 1 വീട്ടിൽ തന്നെയാണ്. വേറെ പുറത്തൊന്നും സെലിബ്രേഷന് പോയില്ല. ഇപ്രാവശ്യം ഷോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും രസകരമായ, എനിക്ക് സന്തോഷം തന്നൊരു സെലിബ്രേഷനായിരുന്നു വീട്ടിൽ ഫാമിലിയുടെ ഒപ്പം. എൻ്റെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അവരിപ്പോൾ ബാംഗ്ലൂർ പോയേ ഉള്ളൂ. ഇന്നലെ ഒരു കൊച്ചു സെലിബ്രേഷൻ, ഫാമിലി മാത്രം ചേർന്നിട്ട് എല്ലാവരും കൂടി ഒരു കൊച്ചു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷം ഫാമിലിയുടെ കൂടെ ഈ പുതിയ വർഷം തുടങ്ങാൻ പറ്റിയതിൽ. ആ ദൃശ്യങ്ങൾ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. 2024 അവസാനത്തെ 2 മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ സെലിബ്രേഷൻ ഫാമിലിയുമായിട്ടാണ്, വേറെ ആരുമില്ല. സോ ഇറ്റ്സ് എ സ്വീറ്റ് നൈസ് സെലിബ്രേഷൻ. വലിയ സെലിബ്രേഷൻ ഒക്കെ, മോന്റെ കല്യാണവും സംഗീതവും മാരേജ് റിസപ്ഷനും ഒക്കെ കഴിഞ്ഞു. അപ്പോ ഫുൾ ഹെബ്ബാർ ഫാമിലിയുടെ വക ഹാപ്പി ന്യൂ ഇയർ. Your daughter-in-law, like New Year. Yeah. Cut this. Happy New Year. Cut the cake. Everybody scared after that. Yes, Happy New Year. Yay! Wow! Amazing day. ഏതായാലും 1 തീയതി വീട്ടിലാണെന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു സന്തോഷമുള്ളൊരു കാര്യം, 1 തീയതി, അതായത് ഇന്ന് തന്നെ 11 മണിക്ക് തന്നെ ട്രിവാൻഡ്രം പോവുകയാണ്. ഏറ്റവും പുതിയ സീരിയലായ പ്രേമപൂജ സൂര്യയിൽ രാത്രി 9:30 മണിക്കാണ്. ആ ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും 2025 ആദ്യത്തെ ദിവസം തന്നെ വർക്കിനിറങ്ങാൻ പറ്റുന്നതും ഒരു സന്തോഷം. അപ്പോൾ കണ്ടുവല്ലോ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കൊച്ചു സെലിബ്രേഷൻ. ഒരു കേക്ക് ഉണ്ടായിരുന്നു. അമ്മ നല്ല എന്താ പറയുക, സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടായിരുന്നു. അത് നേരത്തെ കഴിച്ചു. 12 മണി ആവാറായപ്പോൾ കൃത്യം ഒരു കേക്കൊക്കെ 12 മണിക്ക് കട്ട് ചെയ്തിട്ട്, പിന്നെ ഞാൻ ഒരുപാട് വർഷം മുമ്പ് എബ്രോഡ് പോയപ്പോൾ, ഏതൊരു ഷോയിനെന്തോ പോയപ്പോൾ വാങ്ങിച്ചു വെച്ചൊരു വൈൻ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ 12 വർഷമായിട്ട് ഇവിടെ കിടക്കുക. എല്ലാവരും പറയില്ല, വീഞ്ഞ് വർഷങ്ങൾ പോകും തോറും അതിൻ്റെ വാല്യൂവും അതിൻ്റെ ഗുണങ്ങളും കൂടുകയാണെന്നുള്ളത്. അപ്പോൾ ആ ബോട്ടിൽ 12 വർഷത്തിന് ശേഷം ഓപ്പൺ ചെയ്തു. അതായിരുന്നു ആ ദൃശ്യത്തിൽ കണ്ടത്. വേറൊന്നും കഴിച്ചില്ല കേട്ടോ. വളരെ എന്താ പറയുക, ഡീസൻ്റ് ആയിട്ടും നല്ല രീതിക്കുള്ളൊരു ന്യൂ ഇയർ ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ കൊച്ചു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ടും കറക്റ്റായിട്ടും റെഗുലറായിട്ടും എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യും എന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് ദിസ് ഇസ് രാജേഷ് അബ്ബാർ സൈനിങ് ഓഫ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലവ് യു.